വിശദമായ റിപ്പോർട്ടുകളിലേക്ക് 79 ലോക്സഭാ സീറ്റുകളിൽ കൃത്രിമം കാണിച്ചാണ് ബി.ജെ.പി മൂന്നാം തവണയും അധികാരത്തിലെത്തിയതെന്ന് രാഷ്ട്രീയ സാമ്പത്തിക വിദഗ്ധനും എഴുത്തുകാരനുമായ പരകാല പ്രഭാകർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അധികാരം നിലനിർത്താൻ വേണ്ടി ജനവിധി ബി.ജെ.പി അട്ടിമറിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ 86,000 വോട്ടുകളുടെ വ്യത്യാസമുണ്ട്. തൃശൂർ മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ ജയം 75,000-ത്തിലധികം വോട്ടുകൾക്കായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലെ സബർമതി സ്റ്റഡി സെന്ററിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് പരകാല പ്രഭാകർ. 7 ഘട്ടങ്ങളായി നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിലുള്ള പൊരുത്തക്കേട് വിശകലനം ചെയ്ത മഹാരാഷ്ട്ര ആസ്ഥാനമായുള്ള വോട്ട് ഫോർ ഡെമോക്രസി നടത്തിയ പഠനത്തെ ഉദ്ധരിച്ചാണ് പരകാല പ്രഭാകർ ബി.ജെ.പിക്കെതിരെ ആരോപണമുന്നയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അധികാരം നിലനിർത്താൻ വേണ്ടിയാണ് ബി.ജെ.പി ജനവിധി അട്ടിമറിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നും രണ്ടാംഘട്ട പോളിംഗ് കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടില്ല. രണ്ടാം ഘട്ടത്തിൽ മൊത്തം പോളിംഗ് ശതമാനം എത്രയെന്നോ ഇന്ത്യയിലെ ജനങ്ങളിൽ എത്ര ശതമാനം വോട്ട് രേഖപ്പെടുത്തിയെന്നും ഇപ്പോഴും അറിയില്ല. രണ്ടാം ഘട്ടത്തിൽ ബി.ജെ.പിയുടെ വോട്ടിംഗ് ശതമാനവും വളരെ ഉയർന്നതായിരുന്നു. മറ്റു ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടിംഗ് ശതമാനം മാത്രമാണ് പ്രഖ്യാപിച്ചതെന്നും വോട്ടിംഗ് ശതമാനം സംബന്ധിച്ച യഥാർത്ഥ കണക്കുകളല്ലെന്നും അദ്ദേഹം പറഞ്ഞു. അന്തിമ കണക്കുകൾ പുറത്തുവിടുന്നതിലെ കാലതാമസം ഭരണകക്ഷിക്ക് അനുകൂലമായി കണക്കുകൾ ക്രമീകരിക്കുന്നതിന്റെ തെളിവാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. 1952 മുതലുള്ള രാജ്യത്തിന്റെ ചരിത്രത്തിൽ പോൾ ചെയ്ത വോട്ടുകളുടെ താൽക്കാലികവും അന്തിമവുമായ കണക്കുകൾ തമ്മിലുള്ള വ്യത്യാസം ഒരിക്കലും 1% കടന്നിട്ടില്ലെന്നും 2024 വ്യത്യാസം 12.5%മാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും 12.5% അധിക വോട്ടുകളാണ് ബി.ജെ.പിക്ക് ലഭിച്ചത്. മൊത്തത്തിൽ പോൾ ചെയ്ത വോട്ടുകളും എണ്ണിയ വോട്ടുകളും തമ്മിലുള്ള വ്യത്യാസം 5 കോടിയാണ്. എന്നാൽ ഇതിനെ 540 സീറ്റുകൾ കൊണ്ട് വിഭജിക്കരുതെന്നും 15 സംസ്ഥാനങ്ങളിലെ 79 സീറ്റുകളിലെ വ്യത്യാസം വളരെ കൂടുതലാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിനാൽ 79 സീറ്റുകളിലെ ഈ 5 കോടി വോട്ടുകളാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വ്യത്യാസവും വരുത്തിയതെന്നും അദ്ദേഹം വിശദീകരിച്ചു. കേരളത്തിൽ 86,000 വോട്ടുകളുടെ വ്യത്യാസമുണ്ടെന്നും തൃശൂർ മണ്ഡലത്തിലെ ബി.ജെ.പിയുടെ വിജയം 75,000 വോട്ടുകൾക്കായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മോദി സർക്കാരിന്റെ ഭാവിയെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ച അദ്ദേഹം കൂട്ടുകക്ഷി സർക്കാരുകൾ ശീലമില്ലാത്തതിനാൽ പ്രധാനമന്ത്രിക്ക് ബുദ്ധിമുട്ടായിരിക്കുമെന്നും കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ജയ് ഹിന്ദ് ന്യൂസ്.